ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കടമ്പനാടാണ്. നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് കേട്ടോ. വളരെ മനോഹരമായൊരു വീടുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീട് നിൽക്കുന്നത് 12 സെൻറ്റ് പ്ലോട്ടിലാണ്. 2450 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇത് ജോബി സാലി ദമ്പതികളുടെ വീടാണ്. വീടിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ ഇൻറ്റീരിയറും ചേർത്തിട്ടായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 54 lakhs ആണ്. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വാൾ ആർക്കിടെക്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം. വെൽക്കം ടു എ ചാനൽ. ഒരു മോഡേൺ കൊളോണിയൽ ഫ്യൂഷനിലാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത് കാണാനായിട്ടും. ഇവിടെ നമ്മുടെ ഗേറ്റ് ചെയ്തിരിക്കുന്നത് ACPയും സ്ക്വയർ ട്യൂബ്സും യൂസ് ചെയ്തിട്ടാണ്. മുറ്റത്തായിട്ട് ഇൻ്റർലോക്കിംഗ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട് വന്നിരിക്കുന്നത് ജാളി വർക്കാണ് കേട്ടോ. ഇതൊരു കോർട്ട്യാർഡിൻ്റെ വോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എക്സ്റ്റീരിയറിൽ ഈ ഒരു ജാളി വർക്കും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് പോളികാർബണേറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ടൊക്കെ ടെക്സ്റ്റൈൽ പെയിൻറ്റിങ്, മാർബിൾ ഫിനിഷിൽ വരുന്ന ടെക്സ്റ്റൈൽ പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ മെയിൻ ഡോസും വിൻഡോസും എല്ലാം ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാർട്ടീഷൻ വോളിൽ തന്നെ TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഡബിൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെയർസ് വരുന്നത്. പിന്നെ ഒരു L ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ 2 സൈഡിലായിട്ടും കോർട്ട്യാർഡ്സ് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ 2 സൈഡിലും വരുന്ന ചെറിയ കോർട്ട്യാർഡ്സ് ആണ്. നല്ല ഭംഗിയായിട്ടുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് താന്നിട്ടാണ് ഈ ഒരു കോർട്ട്യാർഡ് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ സ്പേസിലുള്ള ഒരു കോർട്ട്യാർഡാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൈ വാഷ് ചെയ്യാനുള്ളൊരു സ്പേസും നമ്മുടെ വാഷ് ഏരിയയും ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർക്കാതെ ഇങ്ങോട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കോർട്ട്യാർഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജാളി വർക്ക് കൊടുത്തത് തന്നെയാണ്. മുകളിലായിട്ട് ജാളി വർക്കും വരുന്നുണ്ട്. അതുപോലെ അതിന് മുകളിലായിട്ട് ഗ്ലാസ് പോലെ ഫീൽ ചെയ്യുന്ന പോളികാർബണേറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സ്ക്വയർ ട്യൂബ്സും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും ജാളി വർക്കും സ്ക്വയർ ട്യൂബുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം നമുക്ക് ഉള്ളിലേക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കൂടെ എയർ സർക്കുലേഷനും നടക്കും. അപ്പം നല്ല ഭംഗിയായിട്ട് നല്ലൊരു എന്താ പറയുക, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് മൊറോക്കൻ സീരീസിൽ വരുന്ന ഡിസൈനർ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇനി ഒരു കോർട്ട്യാർഡ് കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ വരുന്ന അടുത്ത കോർട്ട്യാർഡിലേക്കാണ്. ഇവിടെ ഇങ്ങനെ ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്ലാസ് ഡോർസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്തിടാം. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു കോർട്ട്യാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ആ ഫ്രണ്ട് പോർഷനിലാണ് ഈ കാണുന്നത്. ഇവിടുന്നും ഈ ഒരു സൈഡിൽ നിന്നൊക്കെ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ്. അവിടുത്തെ പോലെ തന്നെ മുകളിൽ സ്ക്വയർ ട്യൂബ്സും കൊണ്ടുള്ള വർക്കാണ്. എന്നിട്ട് അത് ജാളി ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു റൂമിൽ നിന്ന് നമ്മുടെ സ്ലൈഡിങ് UPVCയുടെ സ്ലൈഡിങ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂമിൽ നിന്ന് ഇങ്ങനെ വിൻഡോസ് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ആ ഒരു വൈബ് നല്ല രീതിയിൽ കിട്ടാനും റൂമിന് കുറച്ചും കൂടി ഒരു വിശാലതയൊക്കെ ഫീൽ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും.
അപ്പം നമ്മളിനി കാണുന്നത് ഇവിടുത്തെ കിച്ചണാണ്. നല്ല ഭംഗിയുള്ളൊരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഫുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ യൂണിറ്റ്സും സ്റ്റോറേജ് യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതാ ഇവിടെ ഇങ്ങനൊരു ലോങ് യൂണിറ്റ് വിത്ത് ആക്സസറീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട്. വിശാലമായൊരു വർക്കിംഗ് കിച്ചണാണ്. ഇതിനകത്ത് ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ വിശാലമായൊരു കിച്ചൺ വെളിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷീറ്റൊക്കെ ഇറക്കിയിട്ട് സ്ക്വയർ ട്യൂബ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള നല്ല വിശാലമായൊരു കിച്ചൺ. ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാം. ഇതാണ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ സൈസ് വരുന്നത് 3.6x3.8 ആണ്. ഇവിടെ വാർഡ്രോബ്സ് എല്ലാം തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 3.3x3.6 ആണ്. ഇവിടെ ദാ ഇങ്ങനെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കോർട്ട്യാർഡിലോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് മുകളിലെ സ്പേസ് ഒക്കെ ഒന്ന് കാണാം. മുകളിലും 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. താഴത്തെ പോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടെറസ് പോർഷൻ. ഇവിടുന്ന് ഏറ്റവും മുകളിലേക്ക് കയറിയിട്ടുള്ള ആ ഒരു വ്യൂ കൂടി കാണിക്കാം. ഇനിതാ നമ്മുടെ ബാൽക്കണി പോർഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നല്ല ഗ്രീനറിയാണ് ചുറ്റും. നല്ല രസമാണ് കാണാൻ. നല്ല കാറ്റൊക്കെ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തത് ഗ്ലാസ് വാൾ ആർക്കിടെക്ചേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഖിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് അഖിൽ.
അഖിലിൻ്റെ ഒരുപാട് വർക്ക്സ് നമ്മുടെ യൂട്യൂബിലൂടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നമ്മൾ ക്ലയൻറ്റ് നമ്മളെ സമീപിച്ച സമയത്ത് പുള്ളിക്ക് ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു, ഒരു 4 ബെഡ്റൂം, അതേപോലെ എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂംസ് ആയിരിക്കണം, പിന്നെ സ്ക്വയർ ഫീറ്റ് ഒരു മിനിമൽ കൊണ്ടെത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഡിസൈൻ സമയത്ത് ഈ പ്ലോട്ട് വന്ന് കണ്ട സമയത്ത് തൊട്ടപ്പുറത്തൊരു പാടി ഫീൽഡ് ആയതുകൊണ്ട് ഡിസ്ട്രക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ 2 കോർട്ട്യാർഡിനകത്ത് ഇൻബിൽറ്റ് ചെയ്ത് അങ്ങനെ ഈ നാച്ചുറൽ ലൈറ്റ് കയറുന്ന രീതിയിൽ ചെയ്ത് സ്ക്വയർ ഫീറ്റ് ഫുൾ ഒരു 2450 സ്ക്വയർ ഫീറ്റിലോട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നിർത്തി 4 ബെഡ്റൂം ആക്കി ഡിസൈൻ ചെയ്തെടുത്തു. വളരെ ഭംഗിയായിട്ട് നല്ല ഒതുക്കത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കോർട്ട്യാർഡ് വന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അത്യാവശ്യം നല്ലൊരു ലൈറ്റിംഗ് ഉള്ളിലേക്ക് കിട്ടുകയും ചെയ്യും അല്ലേ? പിന്നെ അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മിനിമൽ കോൺസെപ്റ്റാണ് ചെയ്തേക്കുന്നത്. ഒരു കൊളോണിയിലും മോഡേൺ സ്റ്റൈലും പിന്നെ കോണ്ടംപററി ഡിസൈനൊക്കെ മിസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഒരു പാറ്റേൺ കൂടുതൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നതിനകത്തുള്ള ഇവിടുത്തെ ഈ ഒരു സറൗണ്ടിങ്സും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു കോട്ടയാടൊക്കെ വരുമ്പം കുറച്ചും കൂടെ നാച്ചുറൽ ഫീലിംഗ് ഉള്ളിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് വയല്, ബൈക്കിന് റിസ്ട്രിക്ഷൻ ഇല്ല. അപ്പം കുറച്ച് വിൻഡ് ഡയറക്റ്റ് കയറി പോകുന്ന രീതിയിലൊക്കെ നോക്കിയാണ് നമ്മൾ സൈറ്റ് കുറേ സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റ് കൺസ്ട്രക്ഷൻ സമയത്തും നമ്മൾ ഓൾറെഡി ഈ സൈറ്റിന്റെ ഡൈനിങ് സ്പേസ് ഇരിക്കാൻ നല്ല വിൻഡ് പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുമായിരുന്നു. നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കൂടെ ആ ഒരു കോട്ടയാട് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എയർ ഫ്ലോ നല്ല രീതിയിൽ കിട്ടും. എയർ ഫ്ലോ നല്ലപോലെ കിട്ടുമായിരുന്നു. പിന്നെ ആ ക്ലയന്റിന് ആഗ്രഹമായിരുന്നു 2 കോട്ടയാട് എന്ന് പറഞ്ഞ ആഗ്രഹം പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് ഡിസൈനകത്ത് ആക്കി എടുത്ത് പുള്ളിക്ക് സബ്മിറ്റ് ചെയ്തത്. അപ്പം പുള്ളിക്ക് അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് വന്ന പ്രോജക്റ്റാണ്. താങ്ക് യു അഗൈൻ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 2450 സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വീട്. ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വാൾ ആർക്കിടെക്ചേഴ്സ് ആണ്. ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 54 lakhs ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് കണ്ടിട്ട് വീട് ഇഷ്ടമായിട്ടുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണം. പിന്നെ വീട് വെക്കുന്നവർക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീടും അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.